രാഹുൽ ഗാന്ധി വയനാട് മത്സരിച്ചില്ലെങ്കിൽ യു.ഡി.എഫ് കൺവീനർ എം ഹസന് സാധ്യതയേറുന്നു. ഇന്ത്യ മുന്നണിയുടെ സഖ്യസാധ്യതകൾ നിലനിർത്താനാണ് മണ്ഡലം മാറാനുള്ള രാഹുലിന്റെ നീക്കം. ഇതിൽ ഹൈക്കമാൻഡിനും താൽപര്യമുണ്ടെന്നാണ് സൂചന. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ പാർട്ടിയുമായി അതിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിന്റെ തന്നെ ദേശീയ നേതാവ് മത്സരിക്കുന്നതിനോട് പാർട്ടിക്കുള്ളിൽ തന്നെ ഭിന്നാഭിപ്രായമുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധിക്ക് വയനാട് മാത്രമല്ല ഹിന്ദി ബെൽറ്റും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളും സുരക്ഷിതമാണെന്നും കണക്കുകൂട്ടുന്നു. ഈ സാഹചര്യത്തിലാണ് CPI-യുമായി നേരിട്ടുള്ള മത്സരം ഒഴിവാക്കുന്നത്. രാഹുൽ ഗാന്ധി വയനാട്ടിലേക്കില്ലെങ്കിൽ അവിടെ പരിഗണിക്കുന്നതിൽ പ്രധാനി UDF കൺവീനർ എം ഹസനാണ്. മത്സരിക്കാൻ ഹസനും താൽപര്യമുണ്ട്. നേതാക്കളെ ഇക്കാര്യം അറിയിച്ചിട്ടുമുണ്ട്. വയനാട്ടിൽ ആനി രാജ CPI സ്ഥാനാർത്ഥിയെത്തുന്ന സാഹചര്യത്തിലും നിലവിലെ അവസ്ഥയിൽ കോൺഗ്രസിന് ഭയക്കേണ്ടതില്ലെന്നാണ് പാർട്ടി വിലയിരുത്തൽ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മാർച്ച് 15-ന് ശേഷമാകുമെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. സമരാഗ്നി കഴിയുന്ന മുറയ്ക്ക് കേരളത്തിലെ നേതാക്കളുടെ അന്തിമ തീരുമാനവും ഹൈക്കമാൻഡ് തേടും. അതിനുശേഷം കേന്ദ്ര സ്ക്രീനിംഗ് കമ്മിറ്റിയും തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയും കൂടിയ ശേഷം മാർച്ച് പകുതിയോടെയാകും അന്തിമ സ്ഥാനാർത്ഥി പ്രഖ്യാപനം. രാഹുൽ ഗാന്ധിക്ക് സുരക്ഷിത ഇടമാണ് വയനാടെങ്കിലും ഇന്ത്യ മുന്നണിയിൽ ഒരു വിള്ളലുണ്ടാക്കാനോ മുറുമുറുപ്പുണ്ടാക്കാനോ ഹൈക്കമാൻഡ് ആഗ്രഹിക്കുന്നില്ല. ഇതുതന്നെയാണ് മണ്ഡലം മാറാനുള്ള ചർച്ചകൾ സജീവമാകാനും കാരണം. വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ PR പ്രവീണ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.